Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ക്രീമി മഷ്റൂം മസാലയുടെ റെസിപ്പിയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഈ മഷ്റൂം മസാല വളരെ യൂണിക് ആയിട്ടുള്ള ടേസ്റ്റ് ഉള്ളതാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേമാതിരി ഇഷ്ടപ്പെടുന്നതാണ്. വളരെ ക്രീമി ടെക്സ്ചറാണ്, സ്പൈസിനെസ് വളരെ കുറവാണ്. ഹൈ പ്രോട്ടീൻ ഡയറ്റ് നോക്കുന്നവർക്ക് വളരെയധികം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിഷും കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾ തുടക്കം തുടങ്ങി അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്രീമി മഷ്റൂം മസാല ഉണ്ടാക്കുവാനായിട്ട് സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റവിലേക്ക് വെക്കാം. സ്റ്റവ് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. നമുക്ക് സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് ബട്ടർ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ബട്ടർ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് റിച്ച് ആൻഡ് ക്രീമി അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ടേസ്റ്റ് കിട്ടാനത് ഹെൽപ്പ് ചെയ്യും. ഓയിൽ ചൂടായി കഴിയുമ്പം ചോപ്പ് ചെയ്തെടുത്ത 1 ടേബിൾ സ്പൂൺ ഗാർലിക് നമുക്ക് ഇതിലേക്ക് ഇടാം. ഗാർലിക് ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഗാർലിക് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് 2 ഒനിയൻ ഇടാം. അതിന് കൂടെ തന്നെ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ടോസ് ചെയ്ത് കൊടുക്കാം. നന്നായി ടോസ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഒനിയൻ നന്നായി കുക്കാകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമുക്ക് കാണാവുന്ന മാതിരി നമ്മളുടെ ഒനിയൻ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. അടുത്തായി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് കഴുകിയെടുത്ത 1/2 കിലോ മഷ്റൂം ഇടാം. അതിന് കൂടുതൽ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ പാത്രത്തിൽ കൊള്ളാത്ത മാതിരി തോന്നുന്നുണ്ടെങ്കിലും നമ്മുടെ മഷ്റൂമിൽ മോസ്റ്റ്ലി വെള്ളമാണുള്ളത്. ഒരു 5 മിനിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ 4 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മളുടെ മഷ്റൂം വളരെ നന്നായിട്ട് ഒതുങ്ങി കിട്ടും. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാനിൻ്റെ ലിഡ് വെച്ച് നമുക്കൊരു 5 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യാം. നമ്മളുടെ സ്റ്റവിൻ്റെ ഫ്ലെയിം നമ്മളൊരു മീഡിയത്തിലാണ് സെറ്റ് ചെയ്യുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 5 തുടങ്ങി 6 മിനിറ്റ് വരെ നമ്മൾ ലിഡ് വെച്ച് നമ്മളുടെ മഷ്റൂം കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന നമ്മളുടെ മഷ്റൂം പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലേവർ കിട്ടാനായിട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറിന് പകരം നമ്മളിവിടെ പാപ്രിക്ക പൗഡർ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും നല്ല ടേസ്റ്റ് കിട്ടുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ മാത്രം ഇട്ടാലും മതി. അടുത്ത ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇടാം. മൈദ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് മിൽക്ക് നമ്മൾ ഒഴിക്കുകയാണ്. മിൽക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് നമ്മളുടെ മിൽക്ക് നന്നായിട്ട് ബോയിലായി നന്നായിട്ട് തിക്കാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളിന്ന് ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ നമ്മളിന്ന് ഉപയോഗിച്ചിരിക്കുന്നത് മിൽക്കാണ്. മിൽക്കിന് പകരം നമ്മൾ ക്രീം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് റിച്ച് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുമാതിരി തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒറിഗാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറിഗാനോ ഒരു 1/2 ടീസ്പൂൺ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യാനായിട്ട് അത് വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക്. ഗൈസ്, അതുമാതിരി തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ചാനലിന്റെ ഗ്രോത്തിന് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എല്ലാവരും മറക്കാതെ തന്നെ ഓരോ ലൈക്സ് കൊടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ ക്രീമി മഷ്റൂം മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട്. അടുത്തായി സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് ചോപ്പ് ചെയ്ത പാർസ്ലിയോ ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ നമുക്ക് ഇതിന് മുകളിലേക്ക് ഇട്ടതിന് ശേഷം ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ കുറച്ച് ക്രീമും കൂടെ നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇതിന് മുകളിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം. അടുത്തായി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, ഞാനിന്ന് ഇതിലൂടെ കഴിക്കുന്നത് നമ്മളുടെ നൂലപ്പമാണ്. ക്രീമി മഷ്റൂം മസാല നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുമാതിരി നമ്മുടെ തിക്ക് ഗ്രേവിയാണ്, അധികം സ്പൈസിനെസ് ഇല്ല, റിച്ച് ഗ്രേവി, അതുമാതിരി സൂപ്പർ ടെക്സ്ചർ. മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു അടിപൊളി ഡിഷ് തന്നെയാണ്. നിങ്ങൾ കണ്ട അതിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസ് ഒക്കെ നമ്മുടെ കമന്റ് സെക്ഷൻ എഴുതിയിരിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ലൈസി വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.